നമസ്കാരം. ഏവർക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 14, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഡിസംബർ മാസത്തെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഇൻഫ്ലേഷൻ ഡേറ്റയുടെ റിസൾട്ട് ഈ വരുന്ന ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡേറ്റകൾ, കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ, പ്രധാനമായും 5 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ വേഗത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ഇന്ത്യൻ മാർക്കറ്റിനെ പെർഫോമൻസിനെ കുറിച്ച് ഓടിച്ചു നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിലെ 3 ട്രേഡിംഗ് സെഷനിൽ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് മുന്നോടിയായിട്ട് നിക്ഷേപകരും മാർക്കറ്റും പുലർത്തിയ ജാഗ്രതയെ തുടർന്ന് മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും തുടർന്ന് വ്യാഴം വെള്ളി ട്രേഡിംഗ് സെഷനുകളിൽ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല ഒരു പരിധിവരെ 3 ട്രേഡിംഗ് സെഷന് കൊണ്ട് നഷ്ടപ്പെട്ട പോയിന്റുകളൊക്കെ തിരിച്ചു പിടിക്കുവാനുമായി. എങ്കിലും വീക്കിലി ബേസിസിൽ നിഫ്റ്റിക്ക് 0.53% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 0.52% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് വീക്കിലി ബേസിസിൽ നേരിയ നേട്ടവും കൈവരിക്കുവാനായി വെള്ളിയാഴ്ച ഇന്ത്യൻ രൂപയ്ക്ക് ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും വീക്കിലി ബേസിസിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ഫ്ളാറ്റായിട്ട് വ്യാപാരവും അവസാനിപ്പിക്കുവാനായി. അതേസമയം ഇന്ത്യ വിക്സിനും 2.79% ഇടിവ് കഴിഞ്ഞ ആഴ്ചയിലും സംഭവിച്ചു. തുടർന്ന് 10.10 എന്ന ലെവലിലേക്ക് ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആവുകയുമുണ്ടായി. ഇനി നമുക്ക് ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിക്ക് ഇന്ത്യയിൽ നിന്നുമുള്ള നവംബർ മാസത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. ഒക്ടോബറിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 0.25% നിന്നും നവംബറിൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 0.71% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ ഒരു ഇമ്പാക്ട് നാളെ പ്രതിഫലിക്കും. ഇതിനു പുറമെ നാളെ തിങ്കളാഴ്ച 12 മണിയോടുകൂടി നവംബർ മാസത്തിൽ തന്നെ WPI ഇൻഫ്ലേഷൻ ഡാറ്റയുടെയും ബാലൻസ് ഓഫ് ട്രേഡിന്റെയും എക്സ്പോർട്സ് ഇമ്പോർട്സിന്റെയൊക്കെ തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യാനിരിക്കുന്നു. അതിനു പുറമെ ചൊവ്വാഴ്ച രാവിലെ 10:00 ഇന്ത്യയിൽ നിന്നും HSBC കോമ്പോസിറ്റ് PMI, മാനുഫാക്ചറിംഗ് PMI, സർവീസ് PMI തുടങ്ങിയവയുടെ റിലീസുമുണ്ട്. ഇതിനു പുറമെ ഒത്തിരിയേറെ മറ്റ് മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസും ഈ ആഴ്ച ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. സമയത്തിന്റെ കുറവ് മൂലം ഓരോന്നും എടുത്തു പറയുന്നില്ല. അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ അതാത് ദിവസം പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാം. കൂടാതെ നാളെ മുതൽ തുടങ്ങി വെള്ളിയാഴ്ച വരെ നടക്കാനിരിക്കുന്ന മറ്റ് മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ സാരമായി തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ ഇവയുടെയൊക്കെ റിസൾട്ടുകൾ നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിൽ വ്യാപാരം ആരംഭിച്ചത് തന്നെ US പ്രസിഡന്റ് ഭാഗത്ത് നിന്നും ഇന്ത്യൻ ബസ്മതി റൈസിന്റെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുതിയ താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണികൾ കൊണ്ടാണെങ്കിൽ ഈ ആഴ്ചയുടെ അവസാനമായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തെ തുടർന്ന് ഇന്ത്യ US ട്രേഡ് ഡീലിന് മുകളിൽ വീണ്ടും പ്രതീക്ഷകൾ ഉണരുക തന്നെയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ ഡെവലപ്മെന്റ്സുകളും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായി തന്നെ ബാധിക്കും. ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ ഒക്കെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 25,950 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20-day EMA നിലനിൽക്കുന്നതും. ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിലവിലെ റെക്കോർഡ് ഹൈ ആയ 26,300 എന്ന ലെവലിലേക്കും തുടർന്ന് പുതിയ ഉയരങ്ങൾ താണ്ടുവാനും നിഫ്റ്റിക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ അതേസമയം നിഫ്റ്റി ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ 25,950 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ലോ ആയ 25,700 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് തന്നെയാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് 25,400 എന്ന ലെവൽ മറ്റൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 100-day EMA നിലനിൽക്കുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഈ വരുന്ന ആഴ്ചയിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളാൽ നിറഞ്ഞ ഒരാഴ്ചയാണ്. മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും തിങ്കൾ തുടങ്ങി അടുത്ത വെള്ളി വരെ എല്ലാ ദിവസങ്ങളിലും ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റുകളും നടക്കാനിരിക്കുന്നു. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാം. എന്നിരുന്നാൽ കൂടിയിട്ടും നമുക്ക് വേഗത്തിൽ
വേഗത്തിൽ യുഎസിൽ നിന്നും വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണെന്ന് ഓടിച്ചു നോക്കാം. ഡിസംബർ 16 ചൊവ്വാഴ്ച യുഎസിൽ നിന്നും ഒക്ടോബർ മാസത്തെ നോൺ ഫാം പേറോൾസ്, നവംബർ മാസത്തെ അൺഎംപ്ലോയ്മെന്റ്, കൂടാതെ നവംബർ മാസത്തെ തന്നെ നോൺ ഫാം പേറോൾസ്, ബിൽഡിംഗ് പെർമിറ്റ്സ്, ഹൗസിംഗ് സ്റ്റാർട്ട്സ് തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവന്റുകളുടെ റിലീസ് ഒന്നിച്ച് നടക്കാനിരിക്കുന്നു. ഗവൺമെന്റ് ഷട്ട്ഡൌണിനെ തുടർന്ന് മാറ്റിവെക്കപ്പെട്ട സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും നവംബറിലെയും പ്രധാന ഡാറ്റകളുടെ റിലീസ്. ഇതിനു പുറമെ 17-ാം തീയതി യുഎസിൽ നിന്നും നവംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുടെ റിലീസ് ഉണ്ട്. കൂടാതെ വ്യാഴാഴ്ച യുഎസിന്റെ നവംബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ വരാനിരിക്കുന്നു. വെള്ളിയാഴ്ചയും നവംബർ മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെയും റിലീസ് ഉണ്ട്. ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ഈ ഡാറ്റകളുടെയൊക്കെ റിസൾട്ടും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇവയുടെ റിസൾട്ടിന് നമ്മുടെ മാർക്കറ്റിൽ സാരമായ ചലനങ്ങൾ ചെലുത്താൻ സാധിക്കുമെന്നുള്ളതിനാൽ തന്നെ ഇന്ത്യ യുഎസ് ട്രേഡ് ഡീൽ അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനാൽ തന്നെ തുടർച്ചയായി 2 മാസത്തിലേറെ കാലമായി ഇന്ത്യൻ മാർക്കറ്റ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ്. കഴിഞ്ഞ ആഴ്ചയിലും ഇന്ത്യൻ രൂപയ്ക്ക് നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ അമേരിക്കൻ ഡോളറിനെതിരെ ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്ത്യയും യുഎസും തമ്മിലുള്ള ട്രേഡ് ഡീൽ നടക്കാത്തിടത്തോളം ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ മൂല്യശോഷണം തടയപ്പെടാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ആയതിനാൽ തന്നെ വരുന്ന ആഴ്ചയിൽ അവരുടെ അഭിപ്രായ പ്രകാരം ഒരു അമേരിക്കൻ ഡോളറിനെതിരെ 89.50-നും 91 രൂപയ്ക്കും ഇടയിലായിട്ടായിരിക്കും ഇന്ത്യൻ രൂപ വ്യാപാരം നടത്തിയേക്കാം എന്നുള്ള അഭിപ്രായമാണ് വരുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകളും പങ്കുവയ്ക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യശോഷണം നേരിടേണ്ടി വന്നെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ സാരമായി തന്നെ ബാധിക്കും. അതേസമയം ഇന്ത്യൻ രൂപയ്ക്ക് നേരിയ നേട്ടമാണെങ്കിലും അമേരിക്കൻ ഡോളറിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറും. ഈ ഡിസംബർ മാസം ഇന്ത്യൻ മാർക്കറ്റ് 10 ട്രേഡിംഗ് സെഷനുകൾ പൂർത്തിയാക്കുകയുണ്ടായി. കഴിഞ്ഞ 2 ആഴ്ചയിലും 10 ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ഒരു ദിവസം പോലും ഇടതടവില്ലാതെ തുടർച്ചയായ സെല്ലിംഗ് ആണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തു നിന്ന് വരികയും ഉണ്ടായത്. ആദ്യത്തെ ആഴ്ച 10,000 കോടി രൂപയ്ക്ക് അടുത്ത് വിറ്റഴിച്ചെങ്കിൽ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിലും ഏകദേശം 9,000 ചില്ലറ കോടിക്ക് മുകളിൽ വീണ്ടും വിറ്റഴിക്കുകയുണ്ടായി. നിലവിൽ അവരുടെ ഭാഗത്തു നിന്നും 19,605.51 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വരികയുണ്ടായത്. എന്നാൽ അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും അതിന്റെ ഇരട്ടിയിലധികം തുകയ്ക്ക് 39,970 കോടി രൂപയ്ക്ക് പൈ നടത്തിക്കൊണ്ട് നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. എങ്കിലും ഒരു പരിധിവരെ നമ്മുടെ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുവാൻ സാധിച്ചെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർന്ന സെല്ലിംഗ് മൂലം കഴിഞ്ഞ ആഴ്ച RBIയുടെ മോണിറ്ററി പോളിസിയും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ വന്നെങ്കിലും അത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി മാറുകയുണ്ടായില്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർന്ന സെല്ലിംഗ് മൂലം. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും സെല്ലിംഗ് തുടരുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ വീണ്ടും ദുർബലമാക്കിയേക്കാം. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആദിത്യ ബിർള ക്യാപിറ്റൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപനത്തെ ഒരു NBFC ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് കമ്പനിയാക്കി മാറ്റുന്നതിനുള്ള അംഗീകാരം നൽകുകയുണ്ടായി. ഹൊനാസ കൺസ്യൂമർ റിജിനാൾഡ് മെൻ ഏറ്റെടുക്കലിലൂടെ കമ്പനി മെൻ ഗ്രൂമിംഗ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഡോക്ടർ റെഡ്ഡീസ് ലൈംഗികമായി പകരുന്ന അണുബാധയ്ക്കുള്ള ഗറീണിക്കുള്ള മരുന്ന് ഉൽപ്പാദിപ്പിക്കുവാനും വിപണനം ചെയ്യുവാനുമായിട്ടുള്ള അനുമതി US FDAയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിച്ചു. ജയന്ത് ഇൻഫ്രാടെക് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 40.5 കോടി രൂപയുടെ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ആവന്റൽ 13.82 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. GPT ഇൻഫ്രാ പ്രോജക്ട്സ് ലിമിറ്റഡ് RPIസുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചർ ഇടപാട് വഴി 1739.49 കോടി രൂപയുടെ ഫ്ലൈ ഓവർ പ്രൊജക്ട് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. യുണൈറ്റഡ് ഡ്രില്ലിംഗ് ടൂൾസ് 3.3 കോടി രൂപയുടെ പുതിയ കയറ്റുമതി ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.